ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കുംറൈറ്റ്സ്. ഇന്ന് നമ്മൾ വീണ്ടും നോയിലടിക്ക് ഒന്നും കൂടി കാണാൻ പോവുകയാണ്. നമ്മൾ ഇന്ന് തൊട്ട് മുമ്പത്തെ എപ്പിസോഡിൽ ഞങ്ങൾ പഠിച്ച സ്കൂളും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും അവിടം വരെയായിരുന്നു നിർത്തിയിരുന്നത്. ഇന്ന് നമ്മൾ ഞങ്ങളുടെ നാടും ആ പുള്ളിക്കാരൻ്റെ ഇവിടെയുള്ള ചുറ്റുപാടുകളും കാര്യങ്ങളും ഒക്കെ ഒന്ന് കാണാനും അതിനെക്കുറിച്ചൊക്കെ ഒന്ന് വിശകലനം ചെയ്ത് ഞങ്ങളുടെ പഴയ ഓർമ്മകളൊന്നുകൂടെ അയവിറക്കാനുള്ളൊരു അവസരമായിട്ട് നമ്മൾ നേരെ നോയിലടിക്കിൻ്റെ അടുത്തേക്ക്. ഹലോ ബ്രോ, എന്നാ വിശേഷം? ഞാൻ ചെറുതായിട്ട് മൈക്ക് പറഞ്ഞ തരട്ടെ. പിന്നെ എന്തായാലും അക്കരത്തെ ആ മലയിലേക്ക് ഒന്ന് പോയാലോ. പണ്ടൊക്കെ കുറച്ച് ക്ലാസ്സൊക്കെ കട്ട് ചെയ്തിട്ട് ഇറങ്ങിയിട്ടുള്ള സ്ഥലമല്ലേ. മാത്രവുമല്ല, അവിടെ കുറച്ച് ചരിത്രങ്ങളൊക്കെ ഉറങ്ങി കിടപ്പുണ്ട്. പിന്നെ രസകരമായിട്ടുള്ള ഒരു കാഴ്ചയും നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഒരു അമ്പലമാണ് കേട്ടോ, പക്ഷെ അതിൻ്റെ ഒരു വിഷ്വൽ ബ്യൂട്ടി ഇല്ലേ, ഭയങ്കരമാണ്. സ്വന്തം കള്ളിപ്പാറ മല കുറെ ഇറങ്ങിയ സ്ഥലമാണത്. പഠിക്കുന്ന കാലത്ത് ഞങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ ആയിരുന്നപ്പോൾ അവിടുന്ന് സ്കൂളിൽ നിന്ന് ഇങ്ങനെ കയറി അവിടെ പോകുന്ന സ്ഥലമാണ്. ഇപ്പോൾ അങ്ങോട്ട് കയറുവാണെങ്കിലോ വേനൽക്കാലത്ത് പോകുന്ന പോലെയല്ല, നല്ല പച്ചപ്പുണ്ട്. മാത്രമല്ല, ഒരു ചെറിയൊരു മഴ ഒരു തൂളൽ മഴ കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും അവിടെ അല്ലേ. പിന്നെ പുതിയ വീഡിയോ ഒന്നും ചെയ്തില്ലേ? ഇന്നായിരുന്നു പരിപാടി. നമുക്കറിയാലേ, പരവണിയും കാര്യങ്ങളൊക്കെ നടക്കുമല്ലേ. ഇതിന്റെ അടുത്ത് ഞാൻ തന്നെയല്ല ഓടേണ്ട എല്ലാത്തിനും. അങ്ങനെ തിരിച്ചുപോക്കടുത്തല്ലേ? തിരിച്ചുപോക്കടുത്തു. അയ്യോ പോയേ പറ്റൂ. വിഷമല്ലേ, ഒരു മാസമായിട്ട് വന്നു. അല്ല, അതിന്റെ ഒരു ടെൻഷനും കൂടെ ഉണ്ടേ. അതിന്റെ ഒരു ടെൻഷനും കൂടെ ഉണ്ട്. പോവാറായല്ലോ എന്നുള്ള കാര്യം ഓർക്കുമ്പോഴേ അതൊരു സംഭവം. ഈ വലത്തേക്കാ? അതാരാ വിളിച്ചത്? ആരോ വിളിച്ചു. അങ്ങനെ നമ്മൾ ചരിത്രം ഉറങ്ങുന്ന കള്ളിപ്പാറ മലയുടെ ഒരു ഭാഗത്തെത്തിയിരിക്കുകയാണ്. ഈ പാറയുടെ അപ്പുറ ഭാഗത്ത് മുകളിൽ കയറി ചെന്ന് അതിൻ്റെ അപ്പുറത്ത് ചെന്ന് കഴിഞ്ഞാലാണ് ആ വിഷ്വൽ ബ്യൂട്ടിയും. അവിടെ വെച്ച് നോയലിന് നമ്മളോട് പറയാനായിട്ട് കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ആ കാഴ്ചകൾ. നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്ന ഈ വഴിയില്ലേ, ഇപ്പോൾ ഇത് ടാറിങ് ആണ്, കോൺക്രീറ്റ് ആണ്. പക്ഷേ ഒരു കാലത്ത് നല്ലൊരു ചെമ്മമ്പാതയായിരുന്നു, ഭയങ്കര ബ്യൂട്ടി ആയിരുന്നു. എൻ്റെ ചെറുപ്പത്തിലെ ഓർമ്മകളാണ് കേട്ടോ അത്. പിന്നെ മറ്റൊരു കേസ്, ഞാൻ ആൻഡേഴ്സിൻ്റെ ഒക്കെ വേട്ടക്കഥകൾ എഴുതാനായിട്ട് വരുന്നത് മിക്കപ്പോഴും ഈ പാറപ്പുറത്താണ്. രക്ഷയില്ലല്ലോടാ. എടാ, എൻ്റെ വീട് കാണാൻ പറ്റുമോ നോക്കി? കാണിച്ചു കൊടു. കാണിക്കാൻ പറ്റുമോ നോക്കി. അത് ഇത് നമ്മുടെ മാതാ നേഴ്സറി അല്ലേ? മാതാ നേഴ്സറി. അവിടുന്ന് അങ്ങനെ പോയി മറവാടാ, മരത്തിന്റെ മറവാ. ഇടയ്ക്കൊരു വെള്ളം കാണുന്നില്ലേ? നമുക്ക് ഇവിടുന്ന് കൂട്ടുകാരെ നമുക്ക് നോയലിന്റെ വീട് ശരിക്കും പറഞ്ഞാൽ കാണിച്ചു തരാവുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. പക്ഷെ തപ്പി നോക്കിയിട്ട് കാണുന്നില്ല, മരത്തിന്റെ മറവിലുണ്ട്. പിന്നെ അപ്പുറത്തേക്ക് മാറുവാണെങ്കിൽ കിട്ടും, ഇങ്ങോട്ടേക്കുള്ള വ്യൂ കിട്ടും. അതെ. സാരമില്ല, വീട്ടിൽ പോയുള്ളൊരു വീഡിയോ നമുക്ക് പിന്നെ റെഡിയാക്കാം. പുള്ളിനെ പുറത്തോട്ടൊന്ന് പയ്യെ ചാടിച്ച് കൊണ്ടുവന്നോണ്ടിരിക്കുമല്ലേ. അടുക്കുകയല്ലായിരുന്നു, ഒരു തരത്തിൽ സംവിധാനമൊക്കെ ചെയ്ത് കൊണ്ടിരുന്നതാണ്. കള്ളിപ്പാറ മല എപ്പോൾ വന്നാലും സ്ഥിരമായിട്ട് വരുന്ന ഒരു സ്ഥലമുണ്ട്. അത് ആ അമ്പലപ്പാറ എന്ന് പറഞ്ഞിട്ട് അമ്പലവും അതിൻ്റെ ശിവൻ്റെ ഒരു അമ്പലമുണ്ട്. ആ അമ്പലത്തിൻ്റെ തൊട്ട് താഴെയായിട്ട് ശിവൻ്റെ ശൂലം കുത്തിയേക്കുന്ന ആ ഒരു സീനും അതിന് ഫേസ് ചെയ്ത് നിൽക്കുന്ന ഈ ഒരു ഭാഗവും, അതാണ് ഞാൻ എപ്പോഴും എൻ്റെ കൂട്ടുകാരോ ആര് വന്നാലും ഞാൻ അവരെയും കൊണ്ടാണ് വരാറുള്ളത്. പക്ഷേ ഇന്ന് നോയൽ കൊണ്ടുവന്ന ഈ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. ബ്രോ, ഈ കെന്നത്ത് ആൻഡേഴ്സന്റെ കഥ നീ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന അത് വന്നെന്ന് പറഞ്ഞ സ്ഥലം ഒന്ന് കാണിച്ചു തന്നെ, അതെവിടെയാ? നിന്റെ മുമ്പിൽ തന്നെ കാണുന്നുണ്ട്.
ആ മരക്കൂട്ടത്തിൻ്റെ അത് പോയിട്ടിരിക്കും. അവിടെ പോയിരിക്കും. അത് ഏകദേശം ഏത് കാലത്താണ്? മഴക്കാലത്തൊക്കെ കാണാൻ വന്നിട്ടുള്ളത്? അല്ല, വേനൽക്കാലത്ത് അറിയാം. മഴക്കാലത്ത് ടാബി എഴുതാൻ പറ്റുമോ? നനഞ്ഞു പോകത്തില്ലേ? ഇപ്പം നിലവിൽ ഇവിടെ എന്നാ ഈ കാട്ടുപന്നി തൊട്ട് മുള്ളമ്പന്നി എന്നാ സാധനങ്ങളുള്ള ഇപ്പോൾ ഈ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ? കാട്ടുപന്നി ഉണ്ട്. അല്ല, അത് കാണണമെങ്കിൽ നമുക്ക് അങ്ങോട്ടേക്ക് പോകും. കാട്ടുപന്നി ഉള്ള ശല്യം ഇപ്പൊ പകല് കാണാൻ പറ്റിയല്ലോ, സാധ്യതയില്ല. പിന്നെ നമ്മൾ വന്ന് നോക്കിയിട്ട് കാട്ടുപന്നി ഇരിക്കുമല്ലേ. പിന്നെ മുള്ളൻ ഇഷ്ടംപടിയുണ്ട്. ഞാൻ പറഞ്ഞില്ല. പിന്നെ പെരുമ്പാമ്പ് അത് ഇഷ്ടംപടിയുണ്ട്. പാറക്കെട്ടായതുകൊണ്ട് പാമ്പിന്റെ ശല്യം കൂടുതൽ ഈ താഴെ ജീവിക്കുന്ന ആൾക്കാർക്ക്. അതെല്ലേ? നമുക്ക് വിഷയമല്ല, അവർക്ക് ഇവിടെ ശല്യം. പക്ഷെ കുരങ്ങ് ഒരുപാടുള്ള ഏരിയ എന്ന് കേട്ടിട്ടുണ്ടല്ലോ. കുരങ്ങ് അമ്പലപ്പാറയാണ്. അപ്പറയല്ലേ? അതാണ് അമ്പലപ്പാറ. കാണുന്ന ഉന്ത് കണ്ടോ? നമ്മൾ അവിടെ വരെ പോകുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഇതിലെ ഇങ്ങനെ കയറി അങ്ങ് പോകുന്നു. ഒരു വഴിയുണ്ട്. ഈ സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട്. ഈ മനുഷ്യർ പുല്ലി എത്താനൊക്കെ പോകുന്ന വഴിയാന്ന് തോന്നുന്നു കേട്ടോ. ഇങ്ങനെ ഇതൊരു നടപ്പ് വഴിയാ. കുറെ ആൾക്കാരൊക്കെ അവിടെ താമസിക്കുന്നുണ്ട്. അവിടെ പൊതുവായിട്ടുള്ള നടപ്പ് വഴിയാണ്. നടപ്പ് വഴിയാ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം റോഡായിട്ടില്ലെന്ന് മാത്രം. അതെ, ക്രമേണ ആവും. ഈ പാറയെല്ലാം റോഡായിട്ട് കയറി വെച്ചില്ലും. ഞാനും നോയലും ഒക്കെ താമസിക്കുന്ന ഈ നാടിൻ്റെ അതായത് തൊട്ട് വീടിനോട് ഏകദേശം ഒരു 2 കിലോമീറ്റർ ഉള്ളൂ ഞങ്ങളുടെ വീടും ഈ പറഞ്ഞ ഈ സ്ഥലമായിട്ട്. ആ ഏരിയയിൽ ഇത്രയും അടുത്താണ് ഈ ഒരു സ്ഥലം ഉള്ളത്. ഈ കള്ളിപ്പാറ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരുപാട് പേര് വന്ന് ഇവിടെ എന്നാ ഉല്ലാസത്തിനും മറ്റു കാര്യങ്ങളും ധാരാളം വ്ളോഗേഴ്സ് വന്നിട്ടുണ്ട്. ഒത്തിരി വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പം ആ ഒരു സ്ഥലമാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ ഇനി ഇതിൻ്റെ തന്നെ വേറൊരു ഭാഗം മറ്റേ നമ്മുടെ അമ്പലപ്പാറ എന്ന് പറഞ്ഞ ആ പാറയിലോട്ട് നമ്മളിപ്പോൾ പോകുന്നുണ്ട്. അതിനുശേഷം ഇവിടെ തന്നെ ഉറങ്ങിക്കിടക്കുന്ന വേറൊരു ഒരു ഭയങ്കര സംഭവം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാലിക്കുത്ത് എന്ന് പറഞ്ഞൊരു വെള്ളച്ചാട്ടമുണ്ട്. അതിനെക്കുറിച്ച് ഉള്ള കഥ നോയൽ തന്നെ ഒന്ന് പറഞ്ഞു. കാരണം പലർക്കും അത് അറിയാം. ഇരട്ട വെള്ളച്ചാട്ടമാണ്. ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് നമ്മളൊക്കെ അവിടെ പോയി കഴിഞ്ഞാൽ ആ ഇരട്ട വെള്ളച്ചാട്ടം കാണുവാനായിട്ട് കഴിയും. വേനലായി കഴിയുമ്പോൾ ഇത് വറ്റിപ്പോകും, വെള്ളമില്ല. പിന്നെ ഇരട്ട വെള്ളച്ചാട്ടത്തിന്റെ ഹൈറ്റ് വെച്ച് നോക്കുമ്പോൾ കേരളത്തിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമുള്ളൊരു വെള്ളച്ചാട്ടമാണ് മാലിക്കുത്ത്. പക്ഷേ ഇത് എന്തുകൊണ്ട് ആരും അറിയാതെ ഇങ്ങനെ കിടക്കും എന്നുള്ള എനിക്ക് ഉള്ളൊരു സംഭവം. കാരണം നമ്മുടെ ഈ നാടിന്റെ ആ ഒരു അത് പിന്നെ ഒരു കേസുണ്ട്. സീസണബിൾ ആണ് അവിടുത്തെ വെള്ളച്ചാട്ടം. എപ്പോഴും ഇല്ല. എപ്പോഴും ഇല്ല. അങ്ങനെ ഒരു വിഷയമുണ്ട്. കാറ്റടിക്കുന്നുണ്ട്. കാറ്റല്ലേ? സീസണബിൾ ആണ്. ആ ഒരു വിഷയമുണ്ട്. നമുക്കൊരു ടൂറിസം പ്ലേസ് ആയിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റുന്നതല്ല. കൂട്ടുകാരെ, ഈ വീഡിയോയുടെ വേറൊരു ദുരുദ്ദേശം ഒന്നും കൂടെ പറഞ്ഞാൽ, സ്റ്റുഡിയോയ്ക്കകത്ത് മാത്രം ഇരുന്ന് വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു മനുഷ്യനെ വിളിച്ച് പുറത്തോടെ ഒന്ന് കൊണ്ടുനടക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം അപ്പോൾ അത് ഉണ്ടോ ഇല്ലയെന്ന് പുള്ളിക്കറിയത്തില്ല, പക്ഷെ ഉണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അങ്ങനെയും കൂടെ ഒരു പരിപാടിയും കൂടി ഇതിനകത്തുണ്ട്. ബാ ഇപ്പോൾ ഈ ചീവീടിൻ്റെ ഒച്ച കാരണം ഒരു രക്ഷയില്ല. എവിടെ പോയാലും ചീവീടാണല്ലോ. പണ്ട് ഇത്രയും ചീവീട് നമ്മുടെ നാട്ടിലില്ലായിരുന്നു. വൈകിട്ടൊക്കെ ആകുമ്പോൾ ഒരു 6-6 കഴിഞ്ഞാൽ വീട്ടിൽ ഇരിക്കത്തില്ല. ഈ വർഷം കുറച്ച് കുറവുണ്ടോ ചീവീടിന്? എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ചീവീടിന് ശല്യം ഉണ്ടാകാൻ കാരണം എന്നറിയോ? ആ കോവിഡ് സമയം വന്ന സമയമില്ലേ, കുറച്ച് സാമ്പത്തിക മാന്ദ്യം എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഏലത്തിന് ആ സമയത്ത് വിലയും കുറഞ്ഞു. അപ്പോൾ ഏലത്തിന് ആൾക്കാർ മരുന്നടിക്കുന്നത് കുറച്ചു. മരുന്നടി കുറച്ചത് കൊണ്ടാണ് ചീവീട് കയറിയത്. ഇപ്പം ഏലത്തിന് വിലയുണ്ട്, സാമ്പത്തിക മാന്ദ്യത്തിന് മാറ്റം വന്നു. ജീവിട് കുറയും. അങ്ങനെയാണെങ്കിൽ അപ്പൊ ഇത് ജീവിട് പോലെയല്ല, എല്ലാ ജീവികൾക്കും ഇതൊരു ഇതല്ലേ? മീൻസ് ഈ ഇങ്ങനെയുള്ള ഈ വീട്ടില് അങ്ങനെയുള്ള മരുന്നടിക്കുമ്പോൾ കേൾക്കുന്ന തവള അടക്കം ഇതൊക്കെ അല്ലേ? തവളയൊക്കെ അന്യം നിന്ന് പോയില്ലേ? ഇതാണ് നമ്മുടെ കാട്ടുനെല്ലി എന്ന് പറയുന്നത്. നെല്ലി അല്ലേ? നല്ല കവർപ്പാണ്. കായൊന്നും ഇല്ല കേട്ടോ. നെല്ലിക്കായ ഇല്ലല്ലേ? ഇല്ലില്ല. ഇത് അധികം ഇല്ലെന്ന് തോന്നുന്നു. ചെറിയ കായായിരിക്കും. ഇതൊക്കെ ഈ പാറപ്പുറത്ത് നിൽക്കുന്നതുകൊണ്ട് മുരടിച്ച് നിൽക്കുന്ന, പക്ഷെ അതിന്റെ സത്തില്ലേ ഭയങ്കര വീര്യം കൂടുതല. പിന്നെ അതിന്റെ അപ്പറയാണ് ഇടുക്കി ഡാം ഉള്ളത്. ആ മലയുടെ അപ്പറേ കാണുന്ന ഒരു വിളിമ്പ് കണ്ടോ? ഒരു ഇതിങ്ങനെ നിൽക്കുന്നു. അതിന്റെ താഴ്വരം ഇടുക്കി ഡാമാണ്. ആള് ഫ്രഷ് ആയില്ലേ? മാറിയില്ലേ? അതെ 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 അതെ. ഇതിലൂടെ പോറാ. അടുത്ത നെല്ലി കേട്ടോ. നെല്ലിയല്ലേ? അതെ. ഒന്ന് സൂക്ഷിച്ചു പറഞ്ഞേ. ചെറിയ വഴുക്കൽ കാണാൻ സാധ്യതയുണ്ട്. തെന്നാൻ സാധ്യതയുണ്ടല്ലേ? നെല്ലിയുടെ സീസൺ എപ്പോഴാണ്? മഴക്കാലം കഴിഞ്ഞിട്ടാണോ? മഴക്കാലത്തിന് തൊട്ട് മുൻപായിട്ട് വരും. ഇതാണ് ഇവിടെയുള്ളൊരു അമ്പലം. ശിവൻ്റെ അമ്പലമാണ്. ആ അപ്പുറയായിട്ട് മാറിയിട്ടൊരു പാറക്കുളമുണ്ട്. ഈ പാറയുടെ അകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏത് വേനൽക്കാലത്തും വെള്ളം പറ്റത്തില്ല. പിന്നെ പാറക്കുഴിയാണ്, പക്ഷെ വെള്ളം പറ്റത്തില്ല. ആ വെള്ളം എവിടെ നിന്ന് വരുന്നത് ദൈവത്തിനറിയാം. കാണാൻ പറ്റുമോ? പിന്നെ പോയാ ആ അമ്പലം ഒന്ന് കാണിച്ചു കൊടുത്താ. ഓക്കെ. അപ്പം ഇതാണ് ഇവിടെ നിന്നാണ് ഈ ഒരുപാട് പേര് ഈ ഫോട്ടോ എടുത്തും വ്ളോഗേഴ്സ് ഒക്കെ വരുന്ന സ്ഥലമല്ലേ? ഒരുപാട് പേര് വരുന്ന സ്ഥലമാണിത്. എടാ, ഈ മഴ പെയ്ത് കഴിയുമ്പോഴത്തേക്കും മഞ്ഞ് പോലെ ഉണ്ടല്ലോ, നമുക്ക് അക്കരെയൊന്നും കാണാൻ പറ്റത്തില്ല. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മളൊരു 15-20 അടി അകലെ
എന്താ നമുക്ക് കാണാൻ പറ്റത്തില്ല. ഇവിടെ അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഫുള്ളായിട്ട് വൈറ്റ് ആയിരിക്കും. ഓ അപ്പോൾ ഇവിടെ നിന്നിട്ടൊരു ഫോട്ടോ എടുത്ത് കഴിയുമ്പോൾ ഭയങ്കര ലുക്കാണ്, ഭയങ്കര ഷോയാ. അതാണ് ഒത്തിരി പേര് ഈ ഫോട്ടോ ഒരുപാട് പേര് എടുത്തിട്ടേക്കുന്ന ഫേസ്ബുക്കിലും കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. അടിപൊളി ബ്രോ. പിന്നെ ഒരുപാട് ബ്ലോഗർമാരും കാര്യങ്ങളെല്ലാം വന്ന് ഇവിടെ ഈ മുനിയറയെക്കുറിച്ചും അതിന്റെ സംഭവങ്ങളും ഈ അമ്പലവും അവർ വന്നു കഴിഞ്ഞാൽ ഇത് ചെയ്തിട്ട് പോകുള്ളൂ, ഇടുക്കി വന്ന് ചെയ്യാൻ വരുവാണെങ്കിൽ ധാരാളം മുനിയറ ഉണ്ടായിരുന്നു. പക്ഷെ പലരും ഉണ്ടല്ലോ നശിപ്പിച്ചു കളഞ്ഞു സംഭവമൊക്കെ. ചിലരൊക്കെ തുണി അലക്കാൻ വേണ്ടി കല്ലായിട്ട് എടുത്തോണ്ട് പോയി. പരന്ന കല്ലല്ലേ. ഓ എൻ്റെ പൊന്നേ മതി. അതെ, ഈ മുനിയറ, ഒന്നങ്ങാടി, വീരക്കല്ല്, അങ്ങനെ പല ടൈപ്പുണ്ട്. ഈ ഓരോ ടൈപ്പ് നിർമ്മിതിയില്ലേ ഓരോരോ കാലഘട്ടത്തിൻ്റെയാണ്. അതിനെക്കുറിച്ചൊക്കെ പഠിച്ചിട്ടാണ് വീഡിയോ ചെയ്യേണ്ടത്. പിന്നെ ഈ പണ്ട് കാലത്തെ ആൾക്കാർ എങ്ങനെയാണ് വലിയ സാങ്കേതിക വിദ്യ മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒരു കല്ലിങ്ങനെ പോളയായിട്ട് ഇതിന് വേണ്ടിയിട്ട് പൊട്ടിച്ചെടുക്കുന്നത് ഒരു ഏരിയ ഉണ്ട്. ഈ കല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോളയായിട്ട് എടുക്കുകയും ചെയ്യും. അതെനിക്ക് ചോദിക്കേണ്ട ഒരു വിഷയമായിരുന്നു. കാരണം ഈ മുനിയറയുടെ പാറ ശില ഇങ്ങനെ അത്രയും സ്ട്രൈറ്റ് ആയിട്ട് നല്ല രീതിയിൽ അതിനൊരു ട്രിക്ക് ഉണ്ട്. ഇവർ ചെയ്യുന്ന പണി എന്നറിയാം. എങ്ങനെയത്? ഈ കാട്ടിൽ നിന്നും ഇതിൽ മേറ്റിൽ നിന്നും ഒക്കെ ധാരാളം തടി വെട്ടിക്കൊണ്ടുവരും. എന്നിട്ട് ഇതൊരു പാറപ്പുറമാണെന്ന് വിചാരിച്ചു. ഈ പാറപ്പുറത്ത് ഈ തടി ഇട്ടിട്ട് തീ കത്തിക്കും. ഒരു 3-4 ദിവസം നിർത്താതെ തീ ഇങ്ങനെ ആളിച്ചോണ്ടിരിക്കും. വലിയ തടി, പച്ചത്തടി വരെ കത്തിപ്പോവും. ആ രീതിയിൽ തീ ആളും. അപ്പൊ ഈ പാറ അങ്ങോട്ട് ശരിക്കും ചുട്ടങ്ങ് പഴുക്കും. പാറ പഴുക്കും. ഓക്കെ. പിന്നെ കുടം കണക്കിന് വെള്ളം കോരിക്കൊണ്ട് വന്നിട്ടുണ്ടല്ലോ, ഈ പാറയിലേക്ക് ഒഴിക്കുവാണ്. പെട്ടെന്ന് തന്നെ ഈ പാറ മേടിച്ച് അതായത് നമ്മൾ ഇപ്പം ഈ കൊല്ലനൊക്കെ കാണിക്കുന്ന പരിപാടി പെട്ടെന്ന് ചൂടാക്കിയിട്ട് വെള്ളത്തിലോട്ട് ഒറ്റ വെക്കിൽ വെക്കുമ്പോഴത്തേനും അങ്ങനത്തെ ആ ഒരു സംഭവം അല്ലേ? അത് തന്നെ. എൻ്റെ പൊന്നെ. എന്നിട്ട് അത് പൊടിച്ചെടുക്കും. എന്നിട്ട് സൈഡിന് അതിന് സ്ക്വയർ ആക്കി അങ്ങനെ എടുത്തിട്ട് ചുമന്നുകൊണ്ട് പോകും. പാറ പോളയായിട്ട് പൊളിഞ്ഞു പോരും. എന്നിട്ട് ഇവര് ഇത് ചുമന്ന് കൊണ്ടല്ലേ അവിടെ വെക്കുന്ന ഇത് ഉണ്ടാക്കുന്നത്. ആൾക്കാർ കൂടുതലുണ്ട് ചുമന്നെടുത്തിട്ട് പോകും. ഓ ആ ഒരു കാലഘട്ടമൊക്കെ എന്നാ അല്ലേ. ശരി, നമുക്ക് ഈ അമ്പലം ഒന്നേ കാണിച്ചു കൊടുക്കാം. ആ ഒരു കാലഘട്ടത്തിൽ അവർ കഷ്ടപ്പെട്ട പോലെയൊക്കെ നമ്മളല്ലേ ഭാഗ്യവാന്മാര്. ഇതാണ് ഞാൻ പറഞ്ഞ കുളം. അങ്ങോട്ടൊന്ന് പോയാലോ? അങ്ങോട്ട് പോവാം. അമ്പലം ഇതല്ലേ? അമ്പലം ഒന്ന് കാണിച്ചു തരാം. അമ്പലം എന്തായാലും കള്ളിപ്പാറ അമ്പലം. ഇത് ഇവിടെ വരുന്നവരെല്ലാവരും ഒന്ന് കണ്ടിട്ട് പോകുന്ന ഒരു സ്ഥലമാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ അമ്പലത്തിനോട് ഈ സൈഡിൽ നിന്നൊരു വഴി ഇങ്ങോട്ട് കയറി വരാൻ എളുപ്പമുണ്ട്. നമ്മളെപ്പോഴും അതിലേ വരുന്നതായതുകൊണ്ടാണ് ഇന്ന് ചുറ്റി അപ്പുറം ആ സൈഡിൽ കൂടെ വന്നത്. അന്നേരം വ്യൂവിലും വ്യത്യാസമുണ്ട്. നേരെ ഓപ്പോസിറ്റ് മലകൾ ഒരുപാട് കൂടുതൽ കാണാം അതിലേ വരുമ്പോൾ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇങ്ങോട്ട് പോകുന്നത്. നമുക്ക് ആ താഴത്തെ ആ പറ്റാത്ത ആ വെള്ളം അതൊന്ന് കാണിക്കാമെന്നല്ല, ഞാൻ കണ്ടിട്ടില്ല. സത്യത്തിൽ ഞാനത് കണ്ടിട്ടില്ല. അതൊക്കെയല്ലേ അറിഞ്ഞിരിക്കേണ്ട സംഭവം. കാരണം അതൊരു അത്ഭുതം പോലുള്ളൊരു സംഭവം അല്ലേ. ഇതിലെ വണ്ടി പോകുന്നുണ്ടല്ലോ. പിന്നെ ഇതുണ്ടോ? ഇപ്പം നമുക്കേ ഒരു ഓഫ് റോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിലെ വന്ന് അതിലെ ആ വഴി എങ്ങോട്ടാ പോകുന്നതെന്നൊന്നും അറിയുമായിരുന്നു. നമുക്ക് ജീപ്പുമായിട്ടൊന്ന് വന്ന് നോക്കായിരുന്നു അല്ലേ. പിന്നെ എന്തായാലും ദൈവം അനുഗ്രഹിച്ച് മഴയില്ലാത്തതുകൊണ്ട്, ഇല്ലെങ്കിൽ ഈ പരിപാടി നടപടിയില്ലായിരുന്നു. ഈ കാണുന്ന ഈ കുളമുണ്ടല്ലോ, ഒരു മലയുടെ ഉച്ചിയിലുള്ള പാറയിലുള്ള ഒരു കുഴിയാണിത്. വേനക്ക് പോലും ഇവിടെ വെള്ളം പറ്റത്തില്ല. അതെന്ത് സംഭവമായിരിക്കും? നീ ചുറ്റും നോക്കിയെന്ന് എവിടുന്നാണ് ഇവിടെ ഉറവ് വരുന്നത്? ഇത്രയും മലയുടെ മുകളിൽ അല്ലേ? ഇതുപോലെ മറ്റു സ്ഥലങ്ങളിൽ എവിടെയാണ്ടൊക്കെ സംഭവമുണ്ട്. പക്ഷെ അതൊരു അത്ഭുതമല്ലേ? അത്ഭുതമല്ല, പ്രകൃതിയുടെ ഒരു പ്രതിഭാസം. അങ്ങനെ വിചാരിച്ചാൽ മതി. പക്ഷെ ഇവിടെ ഇത്രയും ചൂടത്ത് ഇത് പറ്റില്ലെന്ന് ഉറപ്പാണോ? പറ്റില്ല. കുറച്ച് വെള്ളം കാണും. എൻ്റെ പൊന്നെ. അല്ലെങ്കിൽ ആമ്പലൊക്കെ നിൽക്കുമോ മൊത്തം പറ്റിപ്പോയി കഴിഞ്ഞാൽ? അപ്പം നമ്മൾ കള്ളിപ്പാറയുമായിട്ട് ബന്ധപ്പെട്ട അമ്പലപ്പാറ, അതുപോലെ ആ ശൂലം കുത്തിയിരിക്കുന്ന ആ ഒരു വ്യൂ. പക്ഷെ മഞ്ഞ് കയറി കിടക്കുന്ന ആ ഒരു സംഭവമായിരുന്നു ശരിക്കും പറഞ്ഞാൽ കാണേണ്ടത്. അതെന്തായാലും ഈ ഭാഗത്തുള്ള ഈ അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട് കള്ളിപ്പാറയായിട്ട് ബന്ധപ്പെട്ട കാഴ്ചകൾ ഇവിടെ നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ. ഇനി നമുക്ക് കാണിക്കേണ്ടത് സംഭവം ആ മാലിക്കുത്താണ്. അറിയാതെ കിടക്കുന്ന ഒരുപാട് പേര് അറിയേണ്ട ഒരു സ്ഥലം എന്ന് വേണമെങ്കിൽ എനിക്കത് പറയാൻ പറ്റുള്ളൂ. കാരണം അത്രയ്ക്ക് സംഭവം ഉണ്ട്. സീസൺ സമയത്ത് നല്ല രസം അത് കാണാം. പക്ഷെ അവിടെ പോകുമ്പോൾ വെച്ച് സൂക്ഷിക്കണം. ഇതുപോലെ ഒന്നുമല്ല, ഭയങ്കര വഴുക്കലത്. അത് വഴുക്കൽ മാത്രമല്ല, ഒരു കൂവിയാൽ പോലും ഒരാളും അടുത്ത് വരാനും പോലും ഇല്ലാത്തൊരു പോലത്തെ ഒരു ഏരിയ അത്. ഇനി അടുത്ത മാലിക്കുത്തിലോട്ടാണ് വെച്ച് പഠിക്കുന്നത്. ബ്രോ കയറിയിരുന്നു. ക്യാമറമാൻ കമോൺ, വാ.
അപ്പം നമ്മൾ മാലിക്കുത്തിൻ്റെ അവിടെ എത്തിയിട്ടോ. ഇതാണ് നമ്മൾ പറഞ്ഞ മാലിക്കുത്ത്. ഇപ്പോൾ ഇതുണ്ട് ഈ നോയിലിരിക്കുന്നതിൻ്റെ പുറകിലോട്ട് ഇങ്ങനെ അങ്ങ് നോക്കിയാൽ മതി. ഇവിടുന്ന് തുടങ്ങുവാണ്. ശരിക്കുള്ള കുത്ത് നമ്മൾ കയറിപ്പോയി കാണിച്ചു തരാം. അത് കുറച്ചും കൂടി ഉള്ളിലൊക്കെ നമ്മൾ ഇതിലെ സൈഡിൽ കൂടെ ചെറിയ വഴിയൊന്നുമില്ല, അതിലേക്ക് കയറി പോകണം. പോയി കഴിഞ്ഞാൽ മേളിൽ ചെല്ലുമ്പം ആ 2 വരിയായിട്ട് വരുന്ന ആ വെള്ളച്ചാട്ടം കാണേണ്ട ഒരു കാഴ്ചയാണ്. അത് കാണിച്ചു തരാം. വാ, കാണിച്ചു കൊടുക്കാം അല്ലേ? വരുമ്പോൾ സൂക്ഷിക്കണേ, നമുക്ക് ഏറ്റവും അതിൻ്റെ ചോട്ടിലേക്ക് പോകാൻ പറ്റത്തില്ല. അത്രയ്ക്ക് വഴുക്കലായിരിക്കും. അതെ അല്ലേ? സാരമില്ല, ഞാൻ ഒരു പ്രാവശ്യം നേരത്തെ കയറി പോയിട്ടുള്ളൂ. എന്താ സീൻ! അതിൻ്റെ അകത്തൊരു അള്ളുണ്ട്. അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നനയത്തില്ല. മുമ്പിൽ കൂടെ ഇങ്ങനെ വെള്ളം വീഴുന്ന പോലെ കാണാം. അത് ഇതിലൂടെ കയറി പോകാം. ഇതിലൂടെ കയറാൻ പറ്റുമോ? ചെരുപ്പ് ഊരിയിട്ടിട്ട് ഇതിലൂടെ കയറി കഴിഞ്ഞാൽ നമ്മുടെ ഇരട്ട വെള്ളച്ചാട്ടം എന്ന് പറയുന്ന സംഭവമില്ലേ, അത് വളരെ കുറവാണ്. ഇത് ഇരട്ട വെള്ളച്ചാട്ടമാണ്. ഇത്ര ഹൈറ്റുള്ള ഇരട്ട വെള്ളച്ചാട്ടം അത്യാവശ്യം കേരളത്തിൽ കുറവാണ്. ഇരട്ട വെള്ളച്ചാട്ടം അല്ല, ഒറ്റ ഒരുമിച്ച് വെള്ളച്ചാട്ടം എല്ലായിടത്തും ഉണ്ടാവും. പക്ഷെ ഇരട്ട കുറച്ച് കുറവ്. സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ. നമ്മള് എന്താ പറയുന്നേ, എടാ നോക്കി വേണം കേട്ടോ, തെന്നുവേ. അപ്പൊ ഇതാണ്, ഈ ഒരു കാഴ്ചയാണ് നിങ്ങളെ കാണിക്കേണ്ടി തോന്നുന്നത്. ഇത് ഈ പറയുന്നത് നമ്മുടെ നോയലിൻ്റെയും എൻ്റെയൊക്കെ ഗ്രാമത്തിൽ ഈ തൊട്ടടുത്ത് ഇത്രയും ഒരു സംവിധാനം ഇവിടെ ഉണ്ട്. ഒരു മിസ്റ്റ് ഇങ്ങനെ വന്ന് മുഖത്തോടെയൊക്കെ വന്ന് ഇങ്ങനെ ആയി ഒന്ന് പോകും. ആ ഒരു അവസ്ഥയാണ്. എന്തായാലും അടിപൊളി, ഒന്നും പറയാനില്ല. ഇങ്ങനെ 1-2 കാര്യങ്ങൾ കാണിക്കുക എന്നുള്ളതും, നമ്മുടെ കള്ളിപ്പാറ കണ്ടു, അതുപോലെ ഈ വെള്ളച്ചാട്ടം, ഇത് രണ്ടും അടുത്തടുത്തുള്ള അത്യാവശ്യം ഈ നോയലിൻ്റെ എൻ്റെ വീടിൻ്റെ തൊട്ട് അടുത്തായിട്ടുള്ള ഈ ഒരു സംഭവം കാണിക്കാനായിട്ടാണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഉദ്ദേശിച്ചൊരു കാര്യം. ഇവിടെ ആയിരുന്നു പണ്ട് ചാരായം മാറ്റിക്കൊണ്ടിരുന്നത് വാറ്റുകാർ. ഈ അള്ളു കണ്ടോ? ഈ അള്ളി ചാരായം മറ്റേ ഇവിടെ പോണ കളിക്കില്ല. ഇവിടെ തീ കൂട്ടിട്ട് രാത്രി വാറ്റും. വേനൽക്കാലത്തെ പറ്റുള്ളൂ കേട്ടോ. വേനൽ മഴയില്ലാത്ത സമയത്ത് ഇവിടെ വെള്ളം ഉണ്ടാവും. ആ സമയത്ത് തൊട്ടടുത്ത് വെള്ളം പിടിച്ച് വാറ്റും. അനധികൃത ചാരായം മാറ്റി അല്ലേ? വർഷങ്ങൾക്ക് മുൻപാണ്. വർഷങ്ങൾക്ക് മുമ്പ്. ഓക്കെ, കാരണം വെള്ളം ഉണ്ടല്ലോ, വെള്ളമായിരുന്നല്ലോ ഏറ്റവും അത്യാവശ്യം ഇതിനല്ലേ? അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. ഓക്കെ, ഇപ്പൊ ഒന്നുമില്ല. അതിനെ നമ്മളും പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്തായാലും. പോട്ടെ. അപ്പം പണ്ട് ഞാനുണ്ടല്ലോ, വേനൽക്കാലത്തുണ്ടല്ലോ, ഞങ്ങൾ പിള്ളേഴ്സിട്ടില്ലേ, നീ അവിടെ കണ്ടോ ആ ചോട്? അതിന്റെ ചോട്ടിൽ നിന്ന് വേനക്ക് പാറയ്ക്ക് ഗ്രിപ്പുണ്ടാവില്ല, കയറി പിടിച്ചു പോകാനായിട്ട്. ടോപ്പ് വരെ പിടിച്ച് കയറി പോകുമായിരുന്നു. ഇതിന്റെ ഇടയിൽ കൂടെ ഇതിൽ കൂടെ നേരെ സ്ട്രേറ്റ് കയറി പോകും. ആ വെള്ളം ചാടുന്നിടത്ത് കയറി പോകും. വെള്ളം ചാടുന്നതിന് തൊട്ടപ്പുറം. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ കള്ളിപ്പാറ മല, അതുപോലെ നമ്മുടെ മാലിക്കുത്ത് വെള്ളച്ചാട്ടം, ഞങ്ങളുടെ ഗ്രാമത്തിലുള്ള ഈ കാഴ്ചകളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പം വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും